പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരേക്കാരിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലൂസി ജോസഫ്. ഞാൻ തൃശ്ശൂർ രൂപതയിലെ അരിമ്പൂർ ഇടവകയിൽ നിന്നും വരുന്നു. 2022 നവംബർ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഒരു തവണ സാക്ഷ്യം പറഞ്ഞിരുന്നു. ആദ്യമായി 2024 നവംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോകുമ്പോൾ വളരെ നേരം വൈകിയിരുന്നു. ഇവിടെ നിന്ന് 5:30 പോയത്. പക്ഷേ ബസ് കിട്ടുമോ എന്ന് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ ഞാനും മോളുമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളെ 9:30 വൈകിട്ട് രാത്രി 9:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് ഇറങ്ങിയത്. പക്ഷേ 5:30 വരയ്ക്ക് ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് ബസ് കിട്ടിയില്ലെങ്കിലും ആലുവയ്ക്കുള്ള ബസ്സിൽ കയറി വയറ്റിലെത്തിയപ്പോഴേക്കും ഞങ്ങളുടെ മുന്നിൽ ഗുരുവായൂർക്കുള്ള ഒരു ബസ് വന്നു നിന്നു. ഡ്രൈവറുടെ സീറ്റിലെ ബാക്കിലായിരുന്നു ഞങ്ങൾ ഇരുന്നതിനാൽ ഞങ്ങൾ പറയുന്നത് തൃശ്ശൂർക്കുള്ള ബസ്സാവുമെന്ന് ഞങ്ങൾ പറയുന്നത് ഡ്രൈവർ കേൾക്കുകയും ഡ്രൈവർ ഞങ്ങളോട് തൃശ്ശൂർക്ക് ആ ബസ്സിൽ പോകണമെന്ന് ചോദിച്ചു. ഞങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഉടനെ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഡ്രൈവർ ഹോണടിച്ച് നിന്ന് ഞങ്ങൾ ആ ബസ്സിൽ കയറുകയും ചെയ്തു. അങ്ങനെ ആ ബസ്സിൽ കയറി അങ്കമാലി എത്തിയപ്പോഴേക്ക് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയാണ് ഈ ബസ് കാഞ്ഞാണി റൂട്ടിൽ കൂടിയാണോ ഗുരുവായൂർക്ക് പോകുന്നതെന്ന് കണ്ടക്ടറോട് ചോദിക്കാനായിട്ട്. ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു അതേ എന്ന് പറയുകയും അങ്ങനെ ആ ബസ് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തു കൂടെ തന്നെ പോകുന്നതായിരുന്നു. അങ്ങനെ 9:25 തന്നെ മാതാവ് ഞങ്ങളെ വീട്ടിലെത്തിക്കുകയുണ്ടായി. അതൊരു മാതാവ് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മകനെ UK 2 വർഷത്തോളമായി വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നു. ഒന്നും ശരിയാവാതെ വന്നപ്പോൾ ഞാനിവിടെ ഒന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങയുടെ തിരുഹിതമല്ലെങ്കിൽ ഈ കാനഡയിൽ പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഈ വിസ ഇത് റിജക്റ്റായിട്ട് ആ കൊടുത്ത പൈസ 3.5 ലക്ഷം ഏജൻസിക്ക് കൊടുത്തിരുന്നു. ആ പൈസ തിരിച്ചു കിട്ടാനും പ്രാർത്ഥിച്ചിരുന്നു. ഈ ഉടമ്പടി എടുത്ത് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കാനഡയിലത്തെ വിസ റിജക്റ്റ് ആവുകയും പിറ്റത്തെ ആഴ്ച തന്നെ ആ പൈസ മുഴുവൻ തിരിച്ചു കിട്ടുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വേറൊരു വിസ UK വേറൊരു വിസ ശരിയാവുകയും 1.5 മാസത്തിനുള്ളിൽ തന്നെ മകനെ അവിടെ പോകുവാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അതുപോലെ തന്നെ മകന് ഈ കാലയളവിൽ തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ മകനെ ഒരു മകൻ്റെ സ്കൂട്ടർ മകൻ്റെ ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയും മകൻ്റെ ബൈക്ക് നിരങ്ങിപ്പോയി. ഒരു 5 മീറ്ററോളം മകൻ അതിൻ്റെ മുകളിൽ കിടന്നിട്ടാണ് പോയത്. വലിയൊരു അപകടത്തിൽ നിന്നും മാതാവ് സംരക്ഷിച്ചു. കാരണം മാതാവിൻ്റെ കാശുരൂപം ഞാൻ മകൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. അവൻ IELTS എക്സാം എഴുതാൻ പോകുമ്പോൾ 2 ദിവസത്തെ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇത് സംഭവിച്ചത്. ഞാൻ ഒരു ധ്യാനത്തിന് പോയതുകൊണ്ട് ആ കാശുരൂപം എനിക്ക് തിരികെ വാങ്ങി വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ കാശുരൂപം അവൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു. ഈ മാതാവിൻ്റെ സംരക്ഷണമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ കയ്യിനും കാലിലും ചെറിയൊരു തൊലി പോയതല്ലാതെ വേറെ ഒന്നും അവന് ഉണ്ടായിരുന്നില്ല. എന്നാൽ മറ്റേ വ്യക്തിക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. പരിശുദ്ധ അമ്മ മകനെ അനുഗ്രഹിച്ചു തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മകൾക്ക് 5 വർഷത്തോളമായി, മകൾ നേഴ്സാണ്, അവൾക്ക് 5 വർഷത്തോളമായി കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ ജോലി കിട്ടില്ല എന്ന് കരുതിയതാണ്. പക്ഷെ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടുകയും പിന്നീട് അവൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ അവൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് ലഭിക്കുകയും ചെയ്തു. ഇത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് 2025 മെയ് മാസത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ എൻ്റെ നട്ടെല്ലിനും വാരിയെല്ലുകൾക്കും തലയോട്ടിക്കും പൊട്ടലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്വാസകോശത്തിന് ചതവുണ്ടായിരുന്നു.
ഓക്സിജൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് 10 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞത്. എന്നിരുന്നാലും 12 ഡിസ്ചാർജായി വീട്ടിലെത്തി. പിന്നീട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. പരിശുദ്ധ അമ്മ, ഈ ബെഡ് റെസ്റ്റിനിടയിൽ പരിശുദ്ധ അമ്മ എനിക്ക് ഈ വലതേ ഭാഗത്തെ വാരിയലേക്കാണ് പൊട്ടലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലതുവശം ചെരിഞ്ഞ് കിടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലത് കൈക്ക് ഭയങ്കര നിർത്താനും മടക്കാനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് ആ വേദന സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ മാതാവ്, ഞാൻ മറ്റെല്ലാ വേദനയും ഞാൻ സഹിച്ചോളാം, പക്ഷേ ഈ വേദന ഒന്ന് മാറ്റിത്തായോ, ഞാനത് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 5 മിനിറ്റിനുള്ളിൽ തന്നെ 4 ദിവസത്തോളമായിട്ടുണ്ടായിരുന്ന എൻ്റെ വേദന 5 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കത് മാറിപ്പോയി. എൻ്റെ കയ്യിൻ്റെ കക്ഷത്ത് ഒരു നെല്ലിക്കോളം വലുപ്പത്തിൽ എന്തോ ഒരു തടസ്സം എൻ്റെ ഞരമ്പുകളൊക്കെ നിവർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുകയും കൈ മടക്കാനും നിവർത്താനും ഒരു പ്രയാസവും ഉണ്ടായില്ല. എനിക്ക് വളരെ സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ച് വന്നു. അന്ന് രാത്രി നന്നായി ഉറങ്ങാനും സാധിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ട് എനിക്ക് പൈൽസിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിനോട് കൂടി 2-3 തടിപ്പുകൾ ഉള്ള പോലെ എനിക്ക് തോന്നി. അത് എനിക്ക് പേടി തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തൈലവും ചേർത്ത് ഞാൻ അവിടെ ആ ഭാഗത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് 2-3 ദിവസം പുരട്ടി. അതോടുകൂടി അത് ചുങ്ങിപ്പോവുകയും ഡോക്ടറെ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഇയർ ബാലൻസിൻ്റെ ഈ പ്രശ്നം മുൻപുണ്ടായിരുന്നു. ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് മാറിപ്പോയിരുന്നു. 1.5 വർഷത്തോളമായിട്ട് എനിക്കത് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ആക്സിഡൻറ്റോട് കൂടി വീണ്ടും അതെനിക്ക് തിരിച്ചു വന്നു. പക്ഷെ ഞാൻ ഈശോയോട് എനിക്ക് എന്നെ മാറിപ്പോയതല്ലായിരുന്നത്. ഇല്ല, എനിക്കത് ഇനി ഉണ്ടാവില്ല, ഞാനതിവിടെ വന്ന് സാക്ഷ്യം പറയുന്നതോടുകൂടി എൻ്റെ അത് മാറും. ഞാനത് ആദ്യത്തെ തവണ സാക്ഷ്യം പറയാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമില്ല. അതിൽ നിന്ന് എനിക്ക് സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ കാലിൻ്റെ വിരലുകൾ വാതിലിൽ ശക്തമായി ഇടിച്ചതിനെ തുടർന്ന് കാലിൻ്റെ വിരലുകളിൽ നീരും വേദനയും ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടി 2 ദിവസം ഞാനത് കെട്ടിവെച്ചു. അങ്ങനെ എനിക്ക് ആ നീരും വേദനയിൽ നിന്നും പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ മോൾക്ക് 1.5 വയസ്സുള്ളപ്പോഴേ അവൾ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വായ വലിയ ആഗ്രഹത്തോടു കൂടി തുറന്നു വരുമെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് അവൾ അപ്പം തന്നെ ഛർദ്ദിക്കുമായിരുന്നു. അപ്പോൾ ആകെ പേടിയായിരുന്നു. എന്തെങ്കിലും തൊണ്ടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നായിരുന്നു എൻ്റെ പേടി. പക്ഷേ ഞാനിവിടെ നിന്ന് വന്ന ഈ ഉടമ്പടി തൈലം നാവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പും തേനും മകൾക്ക് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അന്ന് തന്നെ മകൾ ചോറ് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഛർദ്ദിക്കാതെ നന്നായി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയും ഈശോയും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായി അവിടെ പീസ് ഹോമിൽ പോയിട്ട് അവിടെ രോഗികളെ ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണം മാറി കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുകയും ചെയ്യും. പിന്നീട് രോഗികൾക്ക് അവിടെ ഫുഡിന് പൈസ കൊടുക്കും. അവരോട് നന്നായി സ്നേഹപൂർവ്വം സംസാരിക്കുകയും ചെയ്യും. വഴിയിലൊക്കെ വിശന്നിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണപ്പൊതി വാങ്ങിച്ചു കൊടുക്കുകയും ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഭക്ഷണപ്പൊതി കൊണ്ടു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിൽ രോഗികൾക്കും ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൃപാസന മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയും പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പത്രം കൊടുത്തിരുന്നത്. ഈ സാക്ഷ്യം പറയുവാനായിട്ട് വൈകിയതിൽ ഈശോയോട് പരിശുദ്ധമ്മയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 91 9 മുതൽ 12 വരെ തിരുവചനങ്ങൾ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല.
നിന്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ലൂസി എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുന്നു. പ്രധാനമായും രോഗക്ലേശങ്ങൾക്ക് ലഭിച്ച സൗഖ്യം, അപകടങ്ങളിൽ ലഭിച്ച സംരക്ഷണം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അമ്മ മാതാവ് നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ കൂടുതൽ വിടുതലും സൗഖ്യവും സമാധാനവും വേദനകർക്ക് ശമനവും കൊടുത്ത് കുടുംബത്തിൽ ഓരോരുത്തരെയും എങ്ങനെ സംരക്ഷിച്ചുവെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നമുക്ക് ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന സാമീപ്യം എന്നും അനുവദിച്ചു തരുന്നുണ്ട്. ഈശോ ഗലീലി കടൽത്തീരത്ത് എന്തൊക്കെ ചെയ്തുവോ തൻ്റെ പരസ്യ ജീവിതത്തിൽ അത് മുഴുവനും ഈ നാളുകളിൽ അല്പം പോലും കുറവില്ലാതെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈശോ സൗഖ്യപ്പെടുത്തുന്നവനായി, വഴി നടത്തുന്നവനായി, മാനസാന്തരം നൽകുന്നവനായി, നിത്യതയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നവനായി കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുവെന്ന് ഓരോ ഉടമ്പടി സാക്ഷ്യവും നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുക, നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോക ജീവിതം ആ നിത്യതയ്ക്ക് ചേരുന്ന വിധം ജീവിക്കുന്നതിനുള്ള നല്ല പരിശ്രമം നടത്തുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായി അമ്മ മാതാവിലൂടെ ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് കൂടുതൽ യേശു ശിഷ്യരായി ജീവിക്കുവാൻ പരിശ്രമിക്കാം. ഈ കുടുംബത്തിന് ഓരോരുത്തർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.